കുട്ടിക്കാലം മുതൽക്കേ ചിലർ സ്വപ്നങ്ങൾ കാണും. പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഉത്തരവാദിത്തങ്ങളും സാഹചര്യങ്ങളും സമൂഹത്തിന്റെ പ്രതീക്ഷകളും ഒക്കെ ആ സ്വപ്നങ്ങളെ നിശബ്ദമായി മനസ്സിന്റെ ഏതോ കോണിലേക്ക് മാറ്റി വെക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ ചിലർ അങ്ങനെയല്ല. അവർ ഒരു ഘട്ടത്തിൽ സ്വയം ചോദിക്കും, ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കായാണോ, അല്ലെങ്കിൽ എന്റെ ഹൃദയം ആഗ്രഹിക്കുന്ന ആ ദിശയിലേക്കാണോ? ആ ചോദ്യത്തിന് ധീരമായ ഉത്തരമാണ് ചിലപ്പോൾ ഒരു ലൈഫ് ചേഞ്ചിങ് യു ടേൺ ആയി മാറുന്നത്. ഇന്നത്തെ യു ടേൺ ഡ്രീം ചേസേഴ്സിൽ നമ്മളോടൊപ്പം ചേരുന്നത് അത്തരമൊരു ധീര തീരുമാനത്തിന്റെ ഉടമയാണ്. അധ്യാപികയായി അറിവ് പകർന്ന, സാമൂഹിക പ്രവർത്തകയായി മനുഷ്യരോട് ചേർന്ന് നിന്ന, മോട്ടിവേഷണൽ സ്പീക്കറായി പ്രതീക്ഷകൾക്ക് ചിറകുകൾ നൽകിയ, ഇതിനെല്ലാം പുറമെ എഴുത്താണ് എന്റെ ലോകം എന്ന് തിരിച്ചറിഞ്ഞ് വാക്കുകളെ ജീവിതമാക്കിയ ഒരു വ്യക്തി. അഭൗമിക, ഗസൽ, കറുപ്പിനും വെളുപ്പിനും ഇടയിൽ, ഡു ഇറ്റ് നൗ എന്നിങ്ങനെ 4 പുസ്തകങ്ങളിലൂടെ ഹൃദയങ്ങളെ സ്പർശിച്ച എഴുത്തുകാരി. സ്വപ്നങ്ങളെ മാറ്റിവെക്കാതെ അവയെ ജീവിച്ചു കാണിക്കാൻ ധൈര്യം കണ്ടെത്തിയ നീന ആറ്റിങ്ങൽ. ഏറെ സ്നേഹത്തോടെ, ഏറെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു നീനയെ. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. അധ്യാപകന രംഗത്ത് എഴുത്താണ് എന്റെ ലോകം എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് പൂർണ്ണമായി തിരിയുക എന്നത് ധൈര്യം തന്നെയാണ്. ആ ഒരു ഓദർ എന്ന ടൈറ്റിൽ കൈക്കലാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബോൾഡ് യു ടേൺ എടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ ഭയങ്ങളോ ഉണ്ടായിരുന്നോ? ഇതാണോ എന്റെ തീരുമാനം, എനിക്ക് ഇത് സാധിക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൊസൈറ്റിയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ പോയാലാണ് നമ്മുടെ കരിയർ സെറ്റ് ആവുന്നത്. സത്യത്തില് +2-ന് സയൻസ് എടുത്ത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ BA-ക്ക് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുന്നത്. സയൻസ് എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നില്ല. പാരന്റ്സ് പറഞ്ഞു, അതായത് 10th-ൽ ബെറ്റർ ആയിട്ടുള്ള മാർക്ക് കിട്ടുമ്പോൾ എല്ലാവരും സയൻസ് എടുക്കണം എന്നുള്ള ഒരു തീരുമാനം അന്നത്തെ ആ ഒരു പാരന്റിങ് ആണോ സൊസൈറ്റി ആണോ അടിച്ചേൽപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറഞ്ഞു നല്ല മാർക്ക് ഉണ്ടല്ലോ അപ്പോൾ സയൻസ് എടുക്കണം. പക്ഷെ എന്റെ ചോയ്സ് അവിടെ ആരും ചോദിച്ചില്ല. എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ എന്താണ് താല്പര്യം എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ലൈബ്രറിയിലും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. പക്ഷെ +2-ന് ഇങ്ങനെ സയൻസ് എടുത്ത് പഠിച്ചിട്ട് അതിലുള്ള സബ്ജക്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ BA ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചത്. അത് അങ്ങനെ തന്നെ എടുത്തതാണ്. എനിക്ക് ലിറ്ററേച്ചർ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എടുത്തതാണ്. പക്ഷെ പിന്നീട് വീണ്ടും കരിയറിൽ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്തത് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചിങ് ആണ് എല്ലാവരും സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അങ്ങനെ B.Ed എടുത്തു, ടീച്ചറായി, ഫാമിലിയായി. പിന്നെ എഴുത്ത് എന്നുള്ളത് ഒരു വശത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. സത്യത്തിൽ B.Ed മുതൽക്ക് ഇങ്ങോട്ട് പിന്നെ വായന പോലും അധികം ഉണ്ടായിരുന്നില്ല. അസൈൻമെന്റ് എഴുതാനും എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി അത് എഴുതുന്ന ഒരു B.Ed-ന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, വേറെ ഒന്നിലും നമുക്ക് പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ, ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ മാത്രമാണ് വായിക്കാറൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ടീച്ചറായി, അങ്ങനെ കുറെ കാര്യം അതിൽ. പക്ഷെ എനിക്ക് ടീച്ചർ ആയെങ്കിലും ഇൻകം എന്നുള്ള ഒരു കാര്യം വെച്ചാൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കുട്ടികളെ കാണാം, സംസാരിക്കാം എന്നുള്ളതല്ലാതെ എന്തോ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ലൈഫിൽ കുറെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്കൂളിൽ പോയിരുന്ന സമയത്തും എനിക്ക് മിസ്സാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ആക്ച്വലി സാലറി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തോ ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്കൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതില് പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ എങ്ങനെ എഴുതാൻ പറഞ്ഞു. ആ സമയത്ത് ജേണൽ എഴുത്തെന്നുള്ളത് അതാണ് സത്യത്തിൽ കൺവേർട്ട് ആയിട്ട് ഈ സ്റ്റോറികളായിട്ട് മാറിയത്. എനിക്ക് അറിയാവുന്ന കഥകളും പിന്നെ ഒത്തിരി ആളുകളുമായിട്ട് എനിക്ക് ആ സമയത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ത്രീകളുമായിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പൊ ഞാൻ അന്ന് കേട്ടിട്ടുള്ള സ്റ്റോറി, അവരെ കുറിച്ചുള്ളത്, എന്റെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്തുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ കഥകളായിട്ട് എഴുതിയിട്ടുള്ളത്. എന്റെ ആദ്യത്തെ ഭൂമിക എന്നുള്ള പുസ്തകത്തിലും നിറയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലും സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ്. ആ സമയത്ത് തന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലും ചിന്തിക്കാറുണ്ട്, ഇവരെ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പുരുഷന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെയുള്ള ചില കഥകൾ പുരുഷന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, അവരെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി, അവരുടെ സൈഡ് കൂടി കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആദ്യ പുസ്തകം അഭൗമികയാണല്ലോ, അത് തന്നെയായിരുന്നോ ആദ്യത്തെ എഴുത്തും? അതെ, ആദ്യത്തെ എഴുത്തും അത് തന്നെയായിരുന്നു. അതിൽ ഞാൻ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ഫസ്റ്റ് ടൈം എഴുതിയ ആ സ്റ്റോറി
അതുപോലെ തന്നെയാണ് ആ പുസ്തകത്തിലുള്ളത്. അത് എനിക്കൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ അത്രത്തോളം ബെറ്റർ ആയ ഒരു പുസ്തകം ഇറക്കാം എന്നുള്ള ഒരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ പുസ്തകം വായിച്ച സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടൻ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ എഴുതിയതാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണ് പിന്നെ അടുത്ത പുസ്തകത്തിലേക്കും പോവാനുള്ളൊരു പ്രചോദനമായത്. എനിക്കൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്വയം ഒരു തോന്നലുണ്ടായത്. കാരണം നമ്മൾ ഏത് ജോലി ചെയ്തിട്ടാണെങ്കിലും നമ്മള് ആ ജോലി പൂർണ്ണ സംതൃപ്തിയോടെ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുമായിരിക്കും. പക്ഷെ നമ്മളെന്നുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല. പക്ഷെ അതൊരു പുസ്തകത്തിലാണെങ്കിൽ നമ്മുടെ കാലശേഷവും തലമുറകൾ അത് വായിക്കും. ചില ബുക്കുകളിൽ സ്വയം റിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ രീതിയിലാണ് ആളുകളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നത്? അത് അതേ ലെവലിൽ തന്നെ എത്തി എന്ന് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ആ രീതിയിൽ കമന്റ് തന്നിട്ടുണ്ടോ തിരിച്ച്? തീർച്ചയായിട്ടും. കാരണം അഭൂമികയിലും ഗസലിലും സ്റ്റോറീസ് ആണുള്ളത്. അതില് എന്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ കൂടുതലും എഴുതാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ജേണൽ പോലെ ഞാൻ എഴുതിയിട്ടുള്ളത് എന്റെ ജീവിതാനുഭവങ്ങളും പിന്നെ ഞാൻ കേട്ടിട്ടുള്ള കഥകളുമാണ്. പക്ഷെ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്തിലേക്ക് വന്നപ്പോൾ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ എന്നുള്ള നോവൽ അത് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം കുറച്ചുകൂടി ഒരു മെസ്സേജ് ഇവർക്കൊക്കെ കൊടുക്കണം, വായിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കോട്സ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ശ്രീബുദ്ധന്റെയും ശ്രീനാരായണ ഗുരു അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെറിയ വാചകങ്ങളാണെങ്കിൽ പോലും അത് ഒത്തിരി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ആ നോവലിന്റെ ബിഗിനിങ്ങിൽ ഇതുപോലെയുള്ള കോട്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നന്നായിരുന്നു. കാരണം ആ ചാപ്റ്ററിന്റെ ഫുൾ ഒരു എസൻസ് എന്ന് പറയാം ആ 4 വരികളിൽ ഒതുക്കി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് അത് ആ കോഴ്സ് എടുത്തിട്ട് പോസ്റ്റ് ആയിട്ടും റീലായിട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അന്ന് ആ ഒരു ശ്രമം നടത്തിയതിന് ഒരു സന്തോഷം ഉണ്ടായല്ലോ, എനിക്കും ഉണ്ടായി. അത് മറ്റുള്ളവർക്ക് ആ ഒരു രീതിയിൽ തന്നെ എടുക്കാനും സാധിച്ചു. അതൊക്കെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ആണ്. നമ്മളിൽ പലരും പറയാതെ പോകുന്ന പല വികാരങ്ങൾ, സമൂഹം കാണാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇതൊക്കെ സ്വന്തം എഴുത്തിലൂടെ ചില ആശയങ്ങളെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണം. കുറെ പേരുടെ കഥകൾ എനിക്ക് പറയാൻ സാധിക്കണം. ഈ ചിന്തകളെ മറ്റുള്ളവരിൽ ഉണർത്തണം. സമൂഹത്തിന് ചെറിയൊരു മാറ്റമെങ്കിലും സൃഷ്ടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ എത്ര സക്സസ്ഫുൾ ആയിട്ടുണ്ട്? ഈ 4 കഥകളിൽ എത്ര സക്സസ്ഫുൾ ആയിട്ടുണ്ട്? അങ്ങനെ മനഃപൂർവ്വമായിട്ട് തന്നെ ചിന്തിച്ചെഴുതിയിട്ടുള്ള കഥകളുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ അത് വായിച്ചിട്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് അത് മാറി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എഴുതിയിട്ടുള്ള കഥകളുണ്ട്. അല്ലാതെ ഇതുപോലെ ഒരു സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള കഥകളും ഉണ്ട്. അവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ധാരണയിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ എന്റെ 2 പുസ്തകങ്ങളിൽ അത്തരം കഥകൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് ചുറ്റുമുള്ള ആളുകളെ കുറിച്ചുള്ള കഥകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ രണ്ടിനും കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് നല്ല രീതിയിലുള്ളതായപ്പോൾ എനിക്ക് തോന്നി ഇവര് വായിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇവരെ കുറച്ചുകൂടി ഒന്ന് പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എഴുതിയിട്ടുള്ള ഒരു നോവലാണ് കറുപ്പിനും വെളുപ്പിനും ഇടയിൽ എന്നുള്ളത്. അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം അതൊരു പ്രണയ നൈരാശ്യം വന്നിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു കഥയാണ്. പക്ഷെ അവിടെ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൽ ഒരു തോന്നലുണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ചിന്തയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് കറുപ്പിനും വെളുപ്പിനും ഇടയിൽ എന്നുള്ളത്. അപ്പൊ അത് വായിച്ചിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വൈറ്റ് ഇൻസ്പയറിംഗ്. അതിനോട് ചേർന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ 4 പുസ്തകങ്ങൾ എഴുതിയതിൽ ഓരോ പുസ്തകവും ഓരോ ജീവിത സാഹചര്യങ്ങളും ഇതുപോലെ സെൽഫ് ഹീലിംഗും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഥകൾ പറയാനുള്ള ഒരു വെമ്പലും ഒക്കെ ആയിരുന്നു. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ഏത് പുസ്തകമാണ്? എന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആണ്, ഞാൻ പറയാനുള്ള പല കാര്യങ്ങളും അതിൽ പറഞ്ഞു എന്ന് ഒരു ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പുസ്തകമുണ്ടോ? അർത്ഥമില്ല അങ്ങനെ ചോദിക്കുന്നതിൽ, പക്ഷെ എന്നാലും. അങ്ങനെയില്ല. 4 പുസ്തകങ്ങളും എനിക്ക് എനിക്കുള്ള മോട്ടിവേഷനും ബാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം എഴുതിയ പുസ്തകമായിരിക്കും, ഭൂമികയായിരിക്കും. കാരണം അതിൽ കിട്ടിയ അക്സെപ്റ്റൻസ് ആണ് പിന്നീടുള്ള പുസ്തകങ്ങൾ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പൊ അതില് പറയാൻ പറ്റില്ല. എന്നാലും എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ തന്നെയാണ്. എന്നാലും ആദ്യം ഇറങ്ങിയ പുസ്തകം എന്നുള്ള നിലയിൽ അഭൂമിക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്ത് ചോദിക്കുകയാണ്, ഈ പ്രസിദ്ധീകരണ സമയത്തെ വെല്ലുവിളികൾ, ഈ പബ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, പുസ്തക പ്രകാശന വേളയിലെ വികാര നിർഭരമായ നിമിഷങ്ങൾ, അല്ലെങ്കിൽ വായനക്കാരും എന്തെങ്കിലും പങ്കുവെച്ച ഒരു പ്രതികരണം,
ഹൃദയത്തിൽ തട്ടിയതായിട്ട്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആയതിൽ അഭിമാനം കൊള്ളുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷം? കുറെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് പറയാമോ? അത് വായനക്കാർ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. കാരണം എനിക്ക് ഈ ഒരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എവിടെ സെയിൽ ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. ഞാൻ ഒട്ടും സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. സ്കൂളും പിന്നെ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഈ ഒരു പുസ്തകം ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കാനും ഒക്കെ തുടങ്ങിയത്. ആ സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണെങ്കിലും മെസ്സേജ് ആയിട്ട് സൈൻ ചെയ്തൊരു കോപ്പി തരാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം എന്റെ ഒരു സിഗ്നേച്ചർ ഒക്കെ വാങ്ങിക്കാനുള്ള ഇതുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാൻ ഒരുപാട് പേരുടെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ബുക്ക് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ലൈബ്രറിയിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട് റൈറ്റേഴ്സിന്റെ സൈനോട് കൂടിയുള്ളത്. അപ്പൊ എന്നോട് ഒരാൾ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ പുസ്തക പ്രസിദ്ധീകരണത്തിൽ ഒത്തിരി ഞാൻ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് എനിക്ക് അറിയില്ല, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആ രീതിയിൽ കുറെ ക്യാഷ് ഒക്കെ പോയിട്ടുണ്ട്. അവർക്കും അറിയില്ലായിരുന്നു എങ്ങനെ പുസ്തകം ചെയ്യണമെന്നൊന്നും അവർക്കും അറിയില്ല. ജസ്റ്റ് പ്രിന്റ് എടുത്ത് തരാമെന്നുള്ള ഒരു കണ്ടീഷനിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒന്നും അറിയാതെ ആ 2 വർഷം ഞാൻ അഭൂമികയും കൊണ്ട് കഥകളായിട്ട് കയ്യിൽ വെച്ചിരുന്ന് ഇങ്ങനെ നടന്നു. പല പബ്ലിക്കേഷനിലും കൊടുത്ത് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ ഒരു ബുക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. റിയലി. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എനിക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവുണ്ട്. എനിക്കത് ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. 4 പുസ്തകങ്ങളിലെ പ്രസിദ്ധീകരണങ്ങൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു അല്ലെ? അതെ അതെ, ഇത് തീർച്ചയായിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് കുറേ ബുക്കുകൾ ഉണ്ട് ഷെൽഫിലുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓതർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം, പുസ്തകം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എഴുതണം എന്നുള്ള പ്രചോദനം തന്നിട്ടുണ്ട്. പക്ഷെ എഴുതാനുള്ളൊരു പ്രേരണ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അതുപോലെ ആകുമോ എന്നുള്ളൊരു ചിന്ത എന്നെ പിന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇങ്ങനെ ജേണൽ എഴുതുമ്പോൾ ഇങ്ങനെ സ്റ്റോറി എഴുതി ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ അത് അവിടുത്തെ അഡ്മിൻ എന്നെ വിളിച്ചിട്ട് ഇത് എഴുതിയതാണോ അതോ ഏതെങ്കിലും കോപ്പി എടുത്തതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയതാ, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നി. കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഈ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പോലെ ഓതേഴ്സിനെ പോലെ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു. എഴുതണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്റെ എഴുത്ത് നല്ലതാണോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സത്യത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രചോദനം നൽകാൻ സാധിക്കുന്നവർ നമുക്ക് ചുറ്റിനുമുള്ളവരാണ്. നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ അതുപോലെ, ഗ്രൂപ്പിനെ നമ്മൾ അതുപോലെ വൈസായിട്ട് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ നമ്മള് ഉയർന്നു വരും. അധ്യാപിക ആദ്യം ഒരു ടീച്ചറായിട്ടാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. അതിൽ നിന്ന് എഴുത്തുകാരിയിലേക്കും പിന്നെ സ്വപ്നം കാണുന്ന ഒരാളിൽ നിന്ന് അത് ജീവിച്ച് കാണിക്കുന്ന ഒരാളിലേക്കുമുള്ള ഈ യാത്രയിൽ ഇന്നും നന്ദിയോടെ ഓർക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? അങ്ങനെ ചേർത്ത് ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും എന്റെ ആദ്യത്തെ പുസ്തകങ്ങളും കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് അവർ തന്നെയാണ്. അതില് രഞ്ജിജി ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് എപ്പോഴും നന്ദിയോടുകൂടി മാത്രമേ എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ. അതെ, അവരെല്ലാവരും ആണ്. എന്റെ ഷെൽഫിലും ഉണ്ട് നീനയുടെ സിഗ്നേച്ചർ. ഓക്കെ. അപ്പോ എടുത്തു പറയാൻ ആരെങ്കിലും? ആ ഗ്രൂപ്പും മുഴുവനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാളെ മാത്രമായിട്ട് പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് കഥകൾ നല്ലതാണെന്നുള്ള അഭിപ്രായവും മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനവും ഒക്കെ കിട്ടിയത്. ഇനി കുറച്ച് അപ്കമിങ് ജനറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നത്തെ ഒരു തലമുറ വായനയുടെയും എഴുത്തിന്റെയും ലോകത്തിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്, ഡിജിറ്റൽ മീഡിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് ഒരു ടിപ്പണിയായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുക നീനയുടെ ഭാഷയിൽ കുട്ടികൾക്ക് വായനാശീലം വളർത്താൻ? വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ ടിപ്സ് പാരന്റ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വയം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആ ഒരു അഭിപ്രായത്തോടെ എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം വായിക്കാതിരിക്കുന്നില്ല ഇന്ന്. നമ്മളെക്കാൾ കൂടുതൽ വായിക്കുന്ന കുട്ടികളുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പണ്ട് നമ്മളും വായിച്ചിരുന്നു. ഞാനൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലേ എനിക്ക് വായിക്കുന്നത് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നോക്കിയാൽ
നിറയെ വായിക്കുന്ന പുസ്തകങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, ഇനി ഏതെങ്കിലും കുട്ടികൾ വായിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പാരന്റ്സ് തന്നെ കാണിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. പാരന്റ്സ് വായിക്കുന്നത് കണ്ടിട്ട്, പാരന്റ്സ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും. പുസ്തകം എനിക്ക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ എഴുതിയ അഭൗമിക കണ്ടിട്ടാണ് എന്റെ മോൾക്ക് പുസ്തകം എഴുതണം എന്ന് തോന്നിയത്. അവള് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ എന്റെ 35ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് ചിന്തിച്ച കാര്യം അവൾ അവളുടെ ആ ഒരു ഏജിൽ ചിന്തിച്ചെങ്കിൽ അത് എന്നെ കണ്ടു പഠിച്ചതാണ്. അപ്പൊ അതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗൈഡൻസ് കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ വായിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വായനാശീലം ഉണ്ടെങ്കിൽ കുട്ടികൾ അത് സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്യും. അതെ, പാരന്റ്സ് തന്നെയാണ് റോൾ മോഡൽ, സത്യം തന്നെയാണ്. അപ്പോ മോളുടെ ആ ഒരു എഴുത്ത് ഒരു പബ്ലിക്കേഷനിലേക്ക് എത്തിച്ചു അല്ലേ? അതിനെ കുറിച്ചൊന്ന് വിവരിക്കാം. അതെ. ഇതൊക്കെ സപ്പോർട്ടാണ് കൊടുക്കാൻ സാധിച്ചത്? എന്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എനിക്ക് ഏത് പബ്ലിക്കേഷനിൽ പോയാലാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ കുട്ടികളുടെ പുസ്തകം ചെയ്യുന്ന ഒരു പബ്ലിക്കേഷനെയാണ് ഞാനത് കോൺടാക്ട് ചെയ്തത്. അവിടെ വിളിച്ച് ചോദിച്ചു. അവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവള് നോട്ട്ബുക്കിൽ എഴുതിയത് ഞാൻ അന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ആണ് അയച്ചു കൊടുത്തത്. അവർക്ക് അയച്ചു കൊടുത്ത് അവർ നല്ല സപ്പോർട്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ. പിന്നെ ട്വിൻസ് ആണ്. അപ്പൊ അവള് വരച്ച ചിത്രങ്ങളാണ്, ഒരാൾ വരച്ച ചിത്രങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു പുസ്തകം ആയിക്കോട്ടെ എന്നുള്ള സജഷൻ കിട്ടിയതും പബ്ലിക്കേഷനിൽ നിന്നാണ്. അത്ര സപ്പോർട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു അവര് അത്ര ബെറ്റർ ആയിട്ട് വരയ്ക്കുന്ന ആളല്ല എന്ന് പറഞ്ഞപ്പോൾ, ഒരു വരയാണെങ്കിൽ അതാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ തോന്നി. ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ അത് പറയാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത എനിക്ക് തന്നെ തോന്നിപ്പോയി. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു ശരിക്കും. ഓക്കെ, അങ്ങനെയുള്ള പാരന്റ്സും ആ സപ്പോർട്ടും വലുത് തന്നെയാണ്. അതൊരു എല്ലാവർക്കും ഉള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. ഇപ്പോൾ ഇപ്പൊ പറഞ്ഞു പബ്ലിക്കേഷൻ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ പ്രധാനമായും ഏതൊക്കെയാണ് പ്രവർത്തന മേഖലകൾ? ഇപ്പോൾ എന്തിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? വായനക്കാർക്കായി അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറയാമോ? പുസ്തകം ഒരെണ്ണം ഓൾറെഡി എഴുതി കഴിഞ്ഞു. പക്ഷെ അതില് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുള്ള ചിന്ത വന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആണ് വർക്ക്. ഞാനത് റീവർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓൾറെഡി പബ്ലിക്കേഷനിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നി. വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും എന്തൊക്കെയോ അതിൽ തിരുത്താനുണ്ടായിരുന്നു എന്ന് തോന്നുമല്ലോ. അപ്പൊ ആ ഒരു ചിന്തയിൽ അത് പെൻഡിങ്ങിൽ വെച്ചേക്കുവാണ്. പിന്നെ ഇപ്പോ പുതിയ എഴുത്തുകാർക്ക് മാത്രമല്ല, എല്ലാ റൈറ്റേഴ്സിനും വേണ്ടിയിട്ട് എഡിറ്റിംഗും പ്രൂഫ് റീഡിംഗും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ സെൽഫ് പബ്ലിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസണൻസ് എന്നാണ് പേര്. അപ്പോൾ അതിൽ ആർക്ക് വേണമെങ്കിലും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഏറ്റവും മികച്ച പബ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ പുസ്തകം എടുക്കണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ പേര് നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പുസ്തകങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ, ബഡ്ഡിംഗ് റൈറ്റേഴ്സിന് ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ അല്ലെ? അതെ, അതെ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ ഉണ്ടോ, അതോ നീന തന്നെയാണോ അത് ചെയ്തു കൊടുക്കുന്നത്? അല്ലല്ല, പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയുണ്ട്. ഒത്തിരി എഡിറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള ഒരുപാട് ലാംഗ്വേജസിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. കന്നഡ, തെലുങ്ക് എല്ലാത്തിലും നമുക്ക് അതാത് സ്റ്റേറ്റ്സിൽ നിന്നുള്ള എഡിറ്റേഴ്സ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാൻസ്ലേഷനും ഉണ്ട്. ട്രാൻസ്ലേഷൻ ഉണ്ട്, കവർ ഡിസൈൻ ഉണ്ട്. ഒരു പുസ്തകത്തിനുള്ള ഏത് ലാംഗ്വേജിൽ നിങ്ങൾക്ക് പുസ്തകം ഇറക്കണമെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒത്തിരി പേരുണ്ട് വർക്ക് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ എനിക്ക് ഇതിൽ ഷെയർ ചെയ്യാം. ലിങ്കിൽ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ ബഡ്ഡിംഗ് സ്റ്റാർസ് ആയിട്ട്, റൈറ്റേഴ്സ് ആയിട്ട് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ഉള്ള ആളുകൾ, അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി സാഹിത്യ ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ പറഞ്ഞ പോലെ എവിടെ നിന്ന് തുടങ്ങണം, ഞാൻ എഴുതാൻ എനിക്ക് പറ്റുമോ, പ്രായം ഇതിനൊരു തടസ്സമാണോ, ഇതൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങേണ്ട ഒരു സംഭവമാണോ, ഈ ഒരു മിഡ് ലൈഫ് കഴിഞ്ഞവർക്ക്, അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ തുടങ്ങും? അങ്ങനെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ചുറ്റും ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കുക? വായനയും എഴുത്തും മാത്രമല്ല, ഒരു കാര്യം തുടങ്ങാനും നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റും ഇല്ല സത്യത്തില്. അതിനൊരു എക്സ്പയറി ഡേറ്റും ഇല്ല, സ്റ്റാർട്ടിംഗ് ഡേറ്റും ഇല്ല. എന്നാൽ പിന്നെ നമുക്ക് ജെ കെ റൗളിംഗ് എന്നുള്ള ഒരു റൈറ്ററിനെ നമുക്ക് കാണാനേ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള ഒരു റൈറ്ററാണ്. അപ്പോ എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടാവുന്നു, അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അതിനപ്പുറത്തേക്ക് പോവാതിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യണം. നിങ്ങൾക്ക് ഇന്നൊരു നോവൽ എഴുതി തുടങ്ങണം. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കും എഴുതുന്നത്, ചിലപ്പോൾ ഒരു പേരായിരിക്കും എഴുതി വെക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പേര് എഴുതി വെച്ചിട്ട്
കുറെ നാളുകൾ ഇങ്ങനെ നടന്നു. എനിക്ക് എഴുതണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്ത് എഴുതണം എന്നൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ എഴുതണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവും എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾക്കുള്ള സബ്ജക്ട്സ് ഉണ്ട്, കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾ അതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കഥ എന്നായാലും നിങ്ങളുടെ കയ്യിൽ കിട്ടും. അല്ലാതെ വായന ചെറുപ്പത്തിലേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വരുള്ളൂ എന്നൊന്നുമില്ല. ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ എത്രയോ പേരാണ് വായനശാലയിൽ വന്നിട്ട് പുസ്തകങ്ങളിൽ അഭയം തേടുന്നത്. ഒരുപാട് പേരെ എനിക്കറിയാം. ഓക്കെ, ഗ്രേറ്റ്. ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി എനിക്കൊന്നും സാധിക്കില്ല എന്ന് കരുതുന്ന ഒരാളോട് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട് ഒരു ഇൻസ്പിറേഷണൽ കോട്ട്. ഞാൻ എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ആ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരുന്നെങ്കിൽ, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുകയുള്ളായിരുന്നു. ഇപ്പോ ഇത്രയും ഒരു ചെറുതായിട്ടെങ്കിലും എനിക്ക് ഈ സാഹിത്യ ലോകത്തേക്ക് വരാൻ സാധിച്ചു. ഒത്തിരി എനിക്ക് കാണാൻ ആഗ്രഹമുള്ള എഴുത്തുകാരെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു, അവരോട് സംസാരിക്കാനും പിന്നെ അതുപോലെ തന്നെ അവർക്കൊക്കെ കിട്ടുന്ന പോലത്തെ കുറച്ചെങ്കിലും അക്സെപ്റ്റൻസ് എനിക്ക് വായനക്കാരുടെ അടുത്ത് കിട്ടാനും ഒക്കെ കാരണമായത് ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള റിയൽ ആയിട്ടുള്ള ഒരു പാഷൻ, അത് നിങ്ങൾ കണ്ടുപിടിച്ച്, ചിലപ്പോൾ എല്ലാവർക്കും എഴുത്ത് തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ, അവർക്ക് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എത്രയോ പാട്ടുകാരാണ് ഇപ്പൊ നമ്മള് ഒത്തിരി ഏജ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ പാട്ട് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും കാണുന്നുണ്ട്. അവർക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അവർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് പേരുണ്ട്, ഒത്തിരി ടാലന്റ് ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ടാവും. അത് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് തുടങ്ങാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രമേ അതിൽ ബെറ്റർ ആവാൻ പറ്റുള്ളൂ. അതിനൊരു പ്രായം ഒരു തടസ്സവുമല്ല അല്ലേ? പ്രായം തടസ്സമൊന്നുമില്ല. ഓക്കെ. ഏത് ഒരു ഈ 4 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം പ്രത്യേക പരാമർശങ്ങളോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ലെവലിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടോ? എവിടെന്നെങ്കിലും അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആദ്യം ഇറങ്ങിയ പുസ്തകം എന്നുള്ള നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് അഭൂമിക. അത് ആ പബ്ലിക്കേഷനിൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വളരെ സന്തോഷം തന്ന ഒരു കാര്യമാണ്, മോട്ടിവേഷൻ തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ, ഞാൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ എഴുതിയ കഥ നല്ലതാണോ എന്നുള്ള ഒരു ചിന്തയോട് കൂടി ഞാൻ നിന്നിരുന്നെങ്കിൽ ഒരു പുസ്തകമായിട്ട് എന്റെ രചനകൾ വരില്ലായിരുന്നു. അത് അവിടുത്തെ ബെസ്റ്റ് സെല്ലർ ആയി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ആ ഒരു ഡൗട്ടോട് കൂടി ഞാൻ അവിടെ നിന്നില്ലല്ലോ. ആ ഒരു പുസ്തകം ഞാൻ ഇറക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളത് ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ എന്റെ 4ാമത്തെ നോവൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് കേരളത്തിൽ അവസരം കിട്ടി. അപ്പൊ അതും എനിക്ക് ഒത്തിരി പേര്, ഒത്തിരി വായനക്കാരെ ആയാലും ഒത്തിരി എഴുത്തുകാരെ ആയാലും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എഴുത്തിലൂടെ ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഗ്രേറ്റ്. ലാസ്റ്റ് ചോദ്യം കൂടി. ഏത് മേഖലയിലായാലും, സാഹിത്യമാകട്ടെ, കലാരംഗമാവട്ടെ, അല്ലെങ്കിൽ പൊതുജീവിതമാകട്ടെ, പരാജയങ്ങളും വിമർശനങ്ങളും നമുക്ക് ഒഴിവാക്കാനേ സാധിക്കില്ല. ചിലപ്പോൾ അവൻ നമ്മെ തളർത്തി തന്നെ കളയും, സ്വപ്നങ്ങളിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഇത് ചെയ്യുന്നത് ഇനി മുന്നോട്ട് പോണോ? എന്നാൽ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇന്നത്തെ തലമുറയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്തായിരിക്കും? എങ്ങനെയാണ് സന്ദേശമായിട്ട് പറയാനില്ല എങ്കിൽ പോലും ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയുന്നുണ്ടാവും. പക്ഷെ അതിനിടയ്ക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്ന 2 പേര് 3 പേരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അവരിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നമുക്കറിയാവുന്ന ഒരു കുഞ്ഞു സമൂഹം മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിൽ എല്ലാവരെയും കണ്ടിട്ടില്ല. നിങ്ങളെ ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പെർസെന്റേജ് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ മാത്രമേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ 1 2 നെഗറ്റീവ് കേട്ടു എന്ന് വിചാരിച്ചിട്ട് തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. 0യിൽ നിന്ന് തുടങ്ങിയ എന്നെ തളർത്താൻ ഇനി ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞു, ആ ഒരു സമയം കഴിഞ്ഞു. കാരണം ഞാൻ എന്നെ കുറിച്ചുള്ള എന്റെ ടാലന്റ് ഞാൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അതിൽ ബെറ്റർ ആവാനുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് അത്രയേ ഉള്ളൂ. നെഗറ്റീവ്സ് വരും. അതിൽ നിന്ന് നമുക്ക് എന്താണ് എടുക്കാനുള്ളത് ആ ഒരു കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി. അവർ എന്തുകൊണ്ട് അത് പറഞ്ഞു? പലതരത്തിൽ പറയുന്നവരുണ്ടാവാം. ഇനി ഇവൾ എഴുതിയേ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് പറയുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അതിലുള്ള നെഗറ്റീവ്സ് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവാം. നമ്മൾ ഏറ്റവും നമ്മുടെ എഴുത്തിന് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനമാവുന്ന കാര്യം എന്താണ് പറഞ്ഞത്, അത് മാത്രം എടുത്താൽ മതി.
തളർത്തിക്കളയുന്ന കമന്റ്സ് നമ്മൾ അതിന്റേതായ വഴിക്ക് വിടുക മാത്രമേ നിവർത്തിയുള്ളൂ. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എഴുത്തിലാണെങ്കിൽ അത് ആ, വളരെ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒത്തിരി സാഹിത്യം ഇല്ലാത്ത രചനകളാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കേട്ടിട്ട് നമ്മൾ എഴുതുന്ന സാഹിത്യമല്ലേ ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു ഡൗട്ടിൽ തന്നെ നിൽക്കുകയുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും ആദ്യം തന്നെ എഴുതിയതിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അവരുടെ എത്രാമത്തെയോ രചനകൾക്കായിരിക്കും കിട്ടിയിട്ടുള്ളത്, ഒരു അവാർഡെങ്കിലും കിട്ടിയിട്ടുള്ളത്. അതിന് മുന്നേ അവർ എത്രയോ വെളിച്ചം കാണാത്ത എത്രയോ രചനകൾ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി. കാരണം ഒരു എഴുത്തുകാരനും എഴുതിയാൽ ഉടനെ തന്നെ അതിന് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. നിങ്ങളെ അറിഞ്ഞു വരാനുള്ള സമയം ഉണ്ടാവണം. വെൽ സർ, വെരി മോട്ടിവേറ്റിംഗ്. താങ്ക് യു സോ മച്ച് നീന. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു യു ടേൺ വരും. ചിലർക്കത് ഒരു പരാജയത്തിന് ശേഷമാവാം, ചിലർക്ക് അതൊരു നഷ്ടത്തിന് ശേഷമാവാം, മറ്റു ചിലർക്ക് ചിലപ്പോൾ ഇതല്ല ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്ന് തിരിച്ചറിവിന് ശേഷമായിരിക്കാം. ആ വഴിത്തിരിവുകളെ ഭയക്കാതെ ആ ഇന്നർ കോളിംഗ് മനസ്സിലാക്കി സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അവസരം നൽകുക എന്നതാണ് ഏറ്റവും വലിയൊരു ധൈര്യം. നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, വായിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, ഒരു പുതിയ സ്വപ്നം കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏറെ നാളായി ഉപേക്ഷിച്ചു പോയ ഒരു ആഗ്രഹത്തെ വീണ്ടും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കാം. ഇന്ന് നീന ആറ്റിങ്ങലിന്റെ വാക്കുകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് പാഷനെ പിന്തുടരാൻ ഒരു പ്രത്യേക പ്രായം വേണ്ട, പ്രത്യേക സാഹചര്യങ്ങൾ വേണ്ട, പൂർണ്ണമായ ഒരു ഉറപ്പും അതിന് പിന്നിൽ വേണ്ട. ആദ്യ ചുവടെടുക്കുക എന്നുള്ള ധൈര്യം മാത്രം. അനുഭവങ്ങളും ജീവിത പാഠങ്ങളും സോൾഫുൾ സ്റ്റോറീസുമായി പങ്കുവെച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഏറെ സ്നേഹത്തോടെ, ഏറെ ഇഷ്ടത്തോടെ. ഒരുപാട് സന്തോഷം രഞ്ജേച്ചി. എന്നെ ഓർത്തതിനും എന്നെ ഇതിലേക്ക് വിളിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ഘട്ടത്തിലും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആളുകൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. നിങ്ങളെ ഓർമ്മിക്കാതെ ഒരു പുസ്തകവും ഇറങ്ങിയിട്ടില്ല. എനിക്ക് ആദ്യം കിട്ടിയ ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് എന്നെ മുന്നോട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് എഴുതണം എന്നുള്ള ആഗ്രഹമാണ് ഈ ഒരു മേഖലയിൽ തുടരാനും എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ എഴുത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട. റെഫറൻസ് ബുക്ക് ക്ലബ്ബ് കോൺടാക്ട് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം. Thank you so much for spending so much time with Soulful Stories. Thank you, dear.